ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുവാൻ തീർച്ചയായും ഗ്രാമർ ഏകദേശമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ മൊഡ്യൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ടെൻസിനെ പറ്റി നാം പഠിച്ചു. മൊഡ്യൂൾ 2-ൽ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റി പഠിക്കാം. നിങ്ങളൊരു പക്ഷേ ഇവ സ്ഥിരമായി ഉപയോഗിക്കുന്നതായിരിക്കാം. എന്നാൽ മുമ്പോട്ടുള്ള പഠനത്തിന് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ആവശ്യമാണ്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുവാൻ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് നൗൺ. നൗൺ എന്നാൽ എന്തിൻ്റെയേലും പേരാണ്. എന്തെങ്കിലും പ്രത്യേക ഒന്നിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ വസ്തുവിൻ്റെ ഒക്കെ ആവാം. നിങ്ങളുടെ പേര്, എൻ്റെ പേര്, എന്തിൻ്റെയെങ്കിലും പേര്, സ്ഥലത്തിൻ്റെ പേര്, മൃഗത്തിൻ്റെ പേര്, ഇവയൊക്കെ നൗൺ എന്ന കാറ്റഗറിക്ക് കീഴെ വരുന്നവയാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുവാൻ കഴിയും. രണ്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് പ്രോനൗൺ ആണ്. പ്രോനൗൺ എന്നാൽ നൗണിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഞാനിപ്പോൾ കമല ഹാരിസിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും കമല കമല എന്ന് ആവർത്തിക്കേണ്ടതില്ല. എന്നാൽ ഒരു തവണ പേര് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് ഷീ എന്ന് ഉപയോഗിച്ചാൽ മതി. ഒരു പുരുഷനെ കുറിച്ചാണെങ്കിൽ ഹി, ഒരു വസ്തുവിനെ പറ്റിയാണെങ്കിൽ ഇറ്റ്, ഒരു കൂട്ടം ആളുകളെ പറ്റിയാണെങ്കിൽ ദേ, ഞാൻ ഉൾപ്പെടുന്ന ഒന്നിലധികം ആളുകൾ ആണെങ്കിൽ വി, കൂടാതെ യു. ഇവയെല്ലാം പ്രോനൗൺ ആണ്. എ പ്രോനൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഓർ നൗൺ ഫ്രേസ്. വിവിധ തരം പ്രോനൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രൊനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്, റിഫ്ലക്സീവ് പ്രൊനൗൺസ്, ഇൻറ്റൻസീവ് പ്രൊനൗൺസ്. ഇവയെക്കുറിച്ച് വിശദമായി അവസാനം പറയാം. മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്നല്ല പറയുന്നത്, അഡ്ജക്റ്റീവ്. നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ്. An adjective describes or modifies noun and pronoun in a sentence. Something that qualifies a noun. ഉദാഹരണത്തിന് നിങ്ങളൊരു വ്യക്തിയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ he is a rich person. നിങ്ങൾ മുടിയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ലോങ് ഹെയർ. ഹെയർ എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാനായി ലോങ് എന്ന അഡ്ജക്റ്റീവ് നാം ഇവിടെ ഉപയോഗിച്ചു. എ ക്ലവർ ബോയ്. ക്ലവർ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. മറ്റുദാഹരണങ്ങൾ: The team has a dangerous batsman. I have 10 candies in my pocket. I earn more money than he does. ഒരു സെൻറ്റൻസിലെ അഡ്ജക്റ്റീവിനെ കണ്ടെത്തണമെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ മതി. What kind? Dangerous. How many? 10. How much? More. ഇനി നാലാമത്തേത് വെർബാണ്. വെർബ് എന്നാൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥ, an action or a state of being. A verb is the part of a sentence that tells us what is the subject performs. ഉദാഹരണത്തിന് walking, cook, look, watch, write, speak, eat, stand എല്ലാം വെർബ്സ് ആണ്. ആയിരക്കണക്കിന് വെർബ്സ് ഉണ്ട്. നാം അവയൊക്കെ പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ഐ ആം റൈറ്റിംഗ്. ഇവിടെ ഐ സബ്ജക്റ്റാണ്, റൈറ്റ് വെർബാണ്. മറ്റുദാഹരണങ്ങൾ: ജേക്കബ് വാക്സ് ഇൻ ദി മോർണിംഗ്. മൈക്ക് ഈസ് ഗോയിങ് ടു സ്കൂൾ. ആൽബർട്ട് ഡസ് നോട്ട് ലൈക്ക് ടു വാക്ക്. അന്ന ഈസ് എ ഗുഡ് ഗേൾ. അടുത്തത് ആഡ്വർബ്. ഒരു അഡ്ജക്റ്റീവിനെയോ വെർബിനെയോ മോഡിഫൈ ചെയ്യുവാനായി ഉപയോഗിക്കുന്ന വേർഡാണ് ആഡ്വർബ്. എ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് മോഡിഫൈസ് ഓർ ക്വാളിഫൈസ് എ വെർബ് ഓർ അഡ്ജക്റ്റീവ്. സിങ് വെർബാണല്ലോ. ഒരു ആഡ്വർബ് ചേർത്ത് നമുക്ക് പറയാം മെലോഡിയസ്ലി സിംഗിങ്. സിങ് എന്ന വെർബിനെ മെലോഡിയസ്ലി എന്ന ആഡ്വർബ് മോഡിഫൈ ചെയ്യുന്നു. ഹി ഈസ് സ്പീക്കിംഗ് ലൗഡ്ലി. ഇവിടെ ലൗഡ്ലി ആണ് ആഡ്വർബ്. ഷീ റൺ ഫാസ്റ്റ്ലി. റൺ വെർബും ഫാസ്റ്റ്ലി എന്ന വാക്ക് റണ്ണിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഫാസ്റ്റ്ലി ആണ് ആഡ്വർബ്.
ആഡ്വേർബ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നത് കൂടാതെ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്നു. ലോങ് ഹെയർ എന്ന ഉദാഹരണത്തിൽ ഹെയർ നൗണും ലോങ് അഡ്ജക്റ്റീവുമാണല്ലോ. എങ്കിൽ നാം പറയുകയാണ് വെരി ലോങ് ഹെയർ. വെരി എന്ന വാക്ക് ഹെയറിനെ പറ്റിയല്ല. വെരി ഹെയർ എന്ന് പറയാനാവില്ല. വെരി എന്നത് ലോങ്ങിനെ പറ്റിയാണ്. ലോങ് എന്താണ്? ലോങ് അഡ്ജക്റ്റീവാണ്. ലോങ് എന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുവാനായി വെരി എന്ന വാക്ക് ഉപയോഗിച്ചു. ആയതിനാൽ വെരി ഈ സെൻറ്റൻസിൽ ആഡ്വേർബാണ്. സോ ആഡ്വേർബ്സ് ആർ സംതിങ് ദറ്റ് ക്വാളിഫൈസ് എ വെർബ് ഓർ ആൻ അഡ്ജക്റ്റീവ്. ആറാമത്തേത് പ്രിപ്പൊസിഷൻ. ഒരു നൗണിനോ പ്രോനൗണിനോ മുമ്പ് ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രിപ്പൊസിഷൻ. മറ്റൊരു എലമെൻറ്റുമായുള്ള റിലേഷൻ കാണിക്കുവാനായി അത് ഉപയോഗിക്കുന്നു. പ്രിപ്പൊസിഷൻ ഈസ് എ വേർഡ് ഗവേണിംഗ് ആൻഡ് യൂഷ്വലി പ്രിസീഡിംഗ് എ നൗൺ or pronoun and expressing a relation to another word or element in the clause. രണ്ട് നൗൺസ് എടുക്കുക. അരവിന്ദ് ക്ലാസ് റൂം. അരവിന്ദ് ഈസ് ഇൻ ദി ക്ലാസ് റൂം. അവ തമ്മിലുള്ള റിലേഷൻ കാണിക്കുവാനായി ഇൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ദ പെൻ ഈസ് ഇൻ ദി പോക്കറ്റ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഓൺ, ഇൻ, അറ്റ്, ബിഫോർ, ആഫ്റ്റർ, ഫോർ തുടങ്ങിയവയാണ് പ്രിപ്പൊസിഷൻസ്. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കുവാനായി പ്രിപ്പൊസിഷൻസ് ഉപയോഗിക്കുന്നു. പ്രിപ്പൊസിഷൻസ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതിനെപ്പറ്റിയുള്ള 3 ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് അവ പഠിക്കാം. ഏഴാമത്തേത് കൺജങ്ഷൻ. കൺജങ്ഷൻസ് ആർ യൂസ്ഡ് ടു ജോയിൻ ക്ലോസ്, ഫ്രേസസ് ആൻഡ് വേർഡ്സ് ടുഗദർ. ഒരു സെൻറ്റൻസിലെ വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുവാനായി കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നു. അവയെ ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുവാനും സാധിക്കും. ഉദാഹരണത്തിന് അലക്സ് ആൻഡ് റോബിൻ ആർ പ്ലേയിങ് ടുഗദർ. ആൻഡ് ആണ് കൺജങ്ഷൻ. ഓർ, ബട്ട്, വെൻ, ആൻഡ് മുതലായവയൊക്കെ കൺജങ്ഷൻസ് ആണ്. ഇവയെ കണക്റ്റിംഗ് വേർഡ്സ് എന്നും വിളിക്കാം. അവസാനത്തേത് ഇൻറ്റർജെക്ഷൻ. Interjection means a word or phrase that is used as a sudden expression of emotion. പെട്ടെന്നുണ്ടാകുന്ന ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന വേർഡ്സാണ് ഇൻറ്റർജെക്ഷൻ. ഉദാഹരണത്തിന് ഊപ്സ്, ഓർ വാവ്, ഓർ ഹേയ്, ഔച്ച്. ഈ വാക്കുകൾക്ക് കൃത്യമായ അർത്ഥങ്ങളില്ല, എന്നാൽ പൊതുവെ ഉപയോഗിച്ചു വരുന്നതാണ്. നാം ഇവിടെ പരിചയപ്പെട്ട 8 എണ്ണമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നിങ്ങളിവ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നു. അടുത്തത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് പഠിക്കുവാൻ പോകുന്നത്. സെൻറ്റൻസ് രൂപീകരിക്കുമ്പോൾ പിന്തുടരേണ്ട ചില നിയമങ്ങളാണവ. അതിനായി മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിലെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ പ്രയോജനകരമായ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രൊനൗൺസ് നാം പഠിച്ചപ്പോൾ വിവിധ തരം പ്രൊനൗൺസിനെ പറ്റി പറഞ്ഞു. വിവിധ തരം പ്രൊനൗൺസ് ഏതൊക്കെയെന്നും അതിൻ്റെ ഉദാഹരണങ്ങളും ഒരു ടേബിൾ സഹിതം ഇവിടെ കൊടുക്കുന്നു. പേഴ്സണൽ പ്രൊനൗൺസ്, എക്സാമ്പിൾ ഹി, ദേ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്, എക്സാമ്പിൾ ദിസ്, ദീസ്. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്, എക്സാമ്പിൾ വിച്ച്, ഹൂ. Indefinite pronouns, example none, several. Possessive pronouns, example his, your. Reciprocal pronouns, example each other, one another. Relative pronouns, example which, were. Intensive pronouns, example itself, himself.